ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ഗോപീഭിः സ്തോഭിതോ നൃത്യ ഭഗവാൻ ബാലവത് ക്വചിത് ഉദ്ഗായതി ക്വചിന്മുഗ്ധസ്തദ്വശോദാരുയന്ത്രവത്. ഇനിയും നമ്മൾ ഗോപന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞു. നന്ദഗോപരെന്താ ചെയ്തതെന്ന് പറഞ്ഞു. ഇനി ഗോപസ്ത്രീകൾ എന്താ ചെയ്തത് ഇത് കണ്ടിട്ട്. അപ്പോൾ അമ്മ ഉരലിൽ ബന്ധിച്ചത് ആ യശോദാമ്മയ്ക്ക് അന്നേരത്തെ ആ ഒരു ദേഷ്യത്തിന് ചെയ്തു. ഒരല്പം അമ്മ എടുത്തു വെച്ച വെണ്ണയൊക്കെ കുരങ്ങന്മാർക്കും കൊടുത്ത് വെണ്ണയുടെ ആ തൈരും കലമൊക്കെ തല്ലി പൊട്ടിച്ച് കണ്ടപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് കുറുമ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടി മാത്രം ചെയ്തതായിരുന്നു. ഇങ്ങനെ 2 വൃക്ഷങ്ങളെയൊക്കെ മറിച്ചിടത്തക്ക വിധത്തിൽ ഉണ്ണി വീണ്ടും വികൃതി കാട്ടുമെന്നോ അല്ലെങ്കിൽ ഉണ്ണിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്നോ ആ യശോദാമ്മ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ഗോപന്മാരൊക്കെ ഓടിയെത്തിയ പോലെ ഗോപസ്ത്രീകളും ഒക്കെ ഓടിയെത്തി. അപ്പോൾ അവരെന്താ ചെയ്ത്? ഗോപീഭി ആ ഗോപസ്ത്രീകളാൽ സ്തോഭിതോ നൃത്യ സ്തോഭിത അനൃത്യത. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സ്തോഭിതോ നൃത്യത. സ്തോഭിത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടവനായിട്ട്. അപ്പോൾ ഈ ഗോപസ്ത്രീകൾ ഉണ്ണി ഭയന്നിട്ടുണ്ടാവുമോ എന്ന് കരുതി ഉണ്ണിയുടെ ഭയം മാറ്റാൻ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഉണ്ണിയുടെ അടുത്ത് പെരുമാറുന്നത്. ആ നന്ദഗോപര് കെട്ടൊക്കെ അഴിച്ചുവിട്ടു. ഗോപസ്ത്രീകളാകട്ടെ അങ്ങോട്ട് വളരെയേറെ സന്തോഷം പകർന്നു കൊടുത്തുകൊണ്ടാണ്. അനൃത്യത എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തു ഗോപസ്ത്രീകൾ. എന്താ ഈ ഉണ്ണിക്ക് എന്തൊക്കെ ആപത്ത് സാഹചര്യങ്ങൾ ചെന്ന് പെട്ടാലും ഒരു അപകടവും കൂടാതെ ഉണ്ണി സുരക്ഷിതനായി ഇരിക്കുന്നുണ്ടല്ലോ. ആ ഒരു സന്തോഷം കൊണ്ട് അവർ നൃത്തം ചെയ്തു. ഭഗവാൻ ബാലവത് ക്വചിത്. ഭഗവാൻ ഇവിടെ ഭഗവാൻ എന്ന് പറയുമ്പം തങ്ങളുടെ എല്ലാ ഐശ്വര്യവും ഈ ഉണ്ണിയാണ്. തങ്ങൾക്കെല്ലാം ഈ ഉണ്ണിയാണ്. തങ്ങളുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മനസ്സിൻ്റെ ആനന്ദം എല്ലാം തങ്ങൾക്ക് ഈ ഉണ്ണിയാണ്. അങ്ങനെയുള്ള ഐശ്വര്യപൂർണനായിട്ടുള്ള ബാലവത്ത് കുട്ടിയെപ്പോലെ ക്വചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഉദ്ഗായതി ക്വചിന്മുഗ്ധസ്തദ്വശോദാരുയന്ത്രവത്. ഉദ്ഗായതി ഉച്ചത്തിൽ പാടുന്നു. ക്വചിന്മുഗ്ധസ്തദ്വശോ ക്വചിത് മുഗ്ധഃ തദ്വശഃ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ക്വചിന്മുഗ്ധസ്തദ്വശോ. ക്വചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, മുഗ്ധ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവനെ പോലെ, തദ്വശോ തദ്വശഃ എന്ന് പറഞ്ഞാൽ അവർക്ക് അധീനനായിട്ട്, ദാരുയന്ത്രവത്. ദാരു എന്ന് പറഞ്ഞാൽ മരത്തടിയാണ്. ദാരുയന്ത്രവത് ഒരു മരത്തടിയിൽ തീർത്ത പാവയെ പോലെ. അപ്പോൾ നോക്കൂ, ഈ ഗോപസ്ത്രീകൾ നൃത്തം ചെയ്യുന്നു. അവർക്ക് അടിമപ്പെട്ടവനെ പോലെ ഈ ഉണ്ണി സന്തോഷം കൊണ്ട് അങ്ങനെ തുള്ളിച്ചാടുക. അവരോടൊപ്പം അങ്ങനെ നൃത്തം ചെയ്യുകയാണ് ഈ ഉണ്ണി. അപ്പോൾ ഈ ഉണ്ണിയെ കൃഷ്ണനുണ്ണിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനുണ്ണിക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഈ യമളാർജുന വൃക്ഷങ്ങൾ വീണതാകട്ടെ, ഈ ഗോപന്മാരിങ്ങനെ സംഭ്രമിക്കുന്നതാവട്ടെ, ഇതൊന്നും തന്നെ ബാധിക്കുന്നതേ അല്ല എന്ന മട്ടിൽ ആ ചെറിയ കുട്ടിയെപ്പോലെ ശരിക്കും ആ ഒരു കുട്ടിത്തം ഭഗവാനിൽ, ആ കൃഷ്ണനുണ്ണിയിൽ അപ്പോഴും നന്നായി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ തലത്തിലാണ് ഭഗവാൻ അവിടെ ലീലയാടുന്നത്. ഇവിടെ ഓടി വന്ന് ആ ഉണ്ണിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഉണ്ണിയെ ആനന്ദിപ്പിക്കുന്നുണ്ട്, കളിപ്പിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട്. ആ ഗോപസ്ത്രീകൾ ധാരാളം ലാളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തങ്ങളുടെ ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കരുതി നൃത്തം വയ്ക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അവരോടൊപ്പം ചേർന്ന് നൃത്തം വെക്കുന്നുണ്ട് ഈ ഉണ്ണി. അങ്ങനെ അവർക്ക് അധീനപ്പെട്ടവനെ പോലെ. നോക്കൂ, ഇവിടെ ആ കൃഷ്ണനെ മാത്രം നനച്ച്, കൃഷ്ണൻ മാത്രമാണ് ആശ്രയം, കൃഷ്ണനാണ് തങ്ങൾക്കെല്ലാം എന്ന് കരുതുന്ന ഗോപസ്ത്രീകളുടെ മുന്നിൽ അവർക്ക് അധീനനായി എന്ന പോലെയാണ് ഭഗവാൻ അവിടെ പെരുമാറുന്നത്. അങ്ങനെ
ഈ ഗോപന്മാരും എല്ലാം ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ണിക്കിനി എന്തെങ്കിലും പരിഭ്രമം ഉണ്ടെങ്കിലോ അത് മാറ്റുന്നതിന് വേണ്ടി ഗോപസ്ത്രീകൾ എന്താ ചെയ്തത്? നിന്നെപ്പോലെ പാട്ട് പാടാൻ അറിയുന്ന ആരുണ്ട്, നിന്നെപ്പോലെ നൃത്തം വയ്ക്കാൻ അറിയുന്ന ആരുണ്ട്, വരൂ നമുക്ക് നൃത്തം വയ്ക്കാം. അങ്ങനെ ഈ ഉണ്ണിയെ എത്രമാത്രം അവർക്ക് കഴിയുമോ അതിൻ്റെ പരമാവധി അവർ ഉണ്ണിയെ അങ്ങനെ ഒരു സാന്ത്വനിപ്പിച്ച് ആ ഉണ്ണിയുടെ ഓരോ ലീലയിലും അവരാനന്ദം കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ അങ്ങനെയായിരുന്നു ആ ഗോപസ്ത്രീകളുടെ ഒരു പ്രതികരണം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗോപീഭിസ്തോഭിതോ നൃത്യത് ഭഗവാൻ ബാലവത് ക്വചിത് ഉദ്ഗായതി ക്വചിന്മുഗ്ധസ്തദ്വശോ ദാരുയന്ത്രവത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗോപീഭി, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അടുത്തത് സ്തോഭിതോ നൃത്യത് ഭഗവാൻ, അവിടെ സ്തോഭിത അനൃത്യതാണ്, ഒകാരം നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്, അവിടെയും ശ്രദ്ധിക്കുക. സ്തോഭിതോ നൃത്യത് ഭഗവാൻ, അത് വായിക്കാൻ കുറച്ച് പാട് തോന്നാം തുടക്കക്കാർക്ക്, എന്നാലും കഴിയുന്ന അത് ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്ത ക്വചിന്മുഗ്ധസ്തദ്വശോ, അതും ചേർത്ത് തന്നെ വായിക്കുക. നോക്കൂ, ഭഗവാൻ ആ ഗോപസ്ത്രീകളുടെ മുൻപിൽ എനിക്കൊന്നും മുഗ്ധ എന്നാ പറഞ്ഞത്, തനിക്കൊന്നും അറിയാത്തവനെ പോലെ, ഒരു അവിവേകിയെ പോലെ ആ ഗോപസ്ത്രീകൾ എന്തൊക്കെ പറയുന്നു അതൊക്കെ ചെയ്യും. നൃത്തം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും, പാട്ട് പാടാൻ പറഞ്ഞാൽ അത് ചെയ്യും. ഇങ്ങനെ ഭഗവാൻ ആ ഗോപസ്ത്രീകൾക്ക് വശംവദനായിട്ട് ആ ഉണ്ണിക്കണ്ണൻ അങ്ങനെ അവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. 8ാമത്തെ ശ്ലോകം. ബിഭർത്തി ക്വചിദാജ്ഞപ്തഃ പീഠകോന്മാനപാദുകം ബാഹുക്ഷേപം ച കുരുതേ സ്വാനാം ച പ്രീതിമാവഹാൻ. ബിഭർത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഉണ്ണിയെ താങ്ങിയെടുത്തുകൊണ്ട് നടക്കുക നമ്മൾ പറയില്ലേ, അതായത് ഉണ്ണി എന്ത് ചെയ്താലും അതൊക്കെ തങ്ങളുടെ തന്നെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണെന്ന് കരുതി അങ്ങനെ ഭഗവാനെ കൊണ്ട് ഓരോ ലീലകൾ ചെയ്യിക്കുക, എന്നിട്ട് സ്വയം ആനന്ദിക്കുക. ഇവിടെ ഭഗവാനാണ് അവർ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഭഗവാന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ ഭഗവാനെ കൊണ്ട് ലീലകൾ ആടിക്കുന്നത് തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഈ ഉണ്ണിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ടാണ്. അപ്പോൾ പറയാണ് ബിഭർത്തി എടുത്തുകൊണ്ട് ക്വചിതാജ്ഞപ്ത, ക്വചിത് ചിലപ്പോൾ, ആജ്ഞപ്ത, ഇവിടെ ക്വചിതാജ്ഞപ്ത, ക്വചിത് ആജ്ഞപ്ത, 2 വാക്കുകൾ വരുന്നുണ്ട്. ആജ്ഞപ്ത എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കപ്പെട്ടവനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗോപസ്ത്രീകൾ ഈ ഉണ്ണിയോടാണ് ഓരോന്ന് പറയുന്നത്, ഓരോന്ന് ആജ്ഞാപിക്കുന്നത്. എന്താ? പീഠകോന്മാന പാതുകം. പീഠകോന്മാന പാതുകം എന്ന് പറഞ്ഞാൽ പീഠം, അതേപോലെ തന്നെ അവരുടെ പാതുകം എന്ന് പറഞ്ഞാൽ മെതിയടി, ഉന്മാനം എന്ന് പറഞ്ഞാൽ അളവ് പാത്രം, അവർക്ക് ഈ പാല്, തൈര്, വെണ്ണ ഇതൊക്കെ അളക്കുന്നതിനുള്ള അളവ് പാത്രം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഉണ്ണിയോടെ പറയുക, പോയി അതെടുത്തിട്ട് വരൂ, പോയി ഇതെടുത്തിട്ട് വരൂ, പോയി അളവ് പാത്രം എടുത്തിട്ട് വരൂ, പോയി ഞങ്ങളുടെ മെതിയടി എടുത്തിട്ട് വരൂ, പോയി ഞങ്ങൾക്ക് ഇരിക്കാനുള്ള പീഠം എടുത്തിട്ട് വരൂ. ഇത് പറയുമ്പോൾ ഈ കൃഷ്ണനുണ്ണി ഓടിപ്പോയിട്ട് അവർക്ക് വേണമെന്ന് അവർ ഓരോരുത്തരും പറയുന്നതൊക്കെ പോയി എടുത്തുകൊണ്ട് കൊടുക്കുക. ഇതാണ് ഉണ്ണിയെ കൊണ്ട് ഇവർ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഉണ്ണിക്കും അതൊരു സന്തോഷം. അതിലേറെ ഗോപസ്ത്രീകൾക്ക് അത്യാനന്ദമാണ് ഉള്ളിൽ. എന്നാൽ അവരുടെയൊക്കെ വീട്ടിൽ ഉണ്ണികളുണ്ട്, ഒരുപക്ഷെ അവരോടുമൊക്കെ പറഞ്ഞാൽ ചെയ്യും. പക്ഷേ ഈ കൃഷ്ണനുണ്ണി എന്ത് ചെയ്താലും അതിലൊക്കെ ആനന്ദം കണ്ടെത്തുക, അതാണ് ഗോപസ്ത്രീകളുടെ ഒരു ഭാവം. അതുകൊണ്ട് തന്നെ ഗോപസ്ത്രീകൾ ഈ ഉണ്ണിയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ഉണ്ണി തങ്ങളുടെ ആജ്ഞാനുവർത്തിയായി നിൽക്കണമെന്നുള്ളത് കൊണ്ടല്ല. ഈ ഉണ്ണി ചെയ്യുന്നത് ഒക്കെ കാണുന്ന അവർക്കൊരു രസമാണ്, എന്ത് ചെയ്താലും അവർക്കതൊരു രസമാണ്. എന്നാൽ തങ്ങളുടെ ഉണ്ണികൾ ചെയ്യുമ്പോൾ
ഈ ഒരു ആനന്ദം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഉണ്ണിയെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഠകോന്മാനപാതുകം, പീഠം, അതുപോലെ അളവുപാത്രം, മെതിയടി ഒക്കെ എടുപ്പിക്കുക. പിന്നെയോ ബാഹുക്ഷേപം ച കുരുതേ. ബാഹുക്ഷേപം, ബാഹു എന്ന് പറഞ്ഞാൽ കൈകളാണ്. ബാഹുക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ കൈകളുടെ ഇങ്ങനെ കൈ കടയുമ്പോൾ നമ്മളിങ്ങനെ കൈ കുടയില്ലേ എടുത്തിട്ടിട്ട്, കുറേയും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൈ എടുത്തിങ്ങനെ കുടയുന്ന ക്ഷീണിച്ചവനെ പോലെ ഈ ഉണ്ണി എന്താ ചെയ്യുക? കൈ എടുത്തിങ്ങനെ കുടയും. ബാഹുക്ഷേപം ച കുരുതേ. കുരുതേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. ഈ ഉണ്ണി പാവം, ഈ ഉണ്ണിയെ കൊണ്ട് എല്ലാവരും എപ്പോഴും ഓരോ ജോലി ചെയ്യിക്കുക. ഉണ്ണി അങ്ങ് ക്ഷീണിച്ച് കൈയൊക്കെ അങ്ങനെ കടയുന്നു. അങ്ങനെ ഉണ്ണി കൈ എടുത്തിട്ട് ഇങ്ങനെ കുടയുമ്പോൾ സ്വാനാം ച പ്രീതിമാവഹൻ. സ്വാനാം ച അതായത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രീതിമാവഹൻ. പ്രീതിം ആവഹൻ. പ്രീതിം എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ, ആനന്ദത്തെ, ആവഹൻ ഉണ്ടാക്കി തീർക്കുന്നവനായിട്ട്. ഭഗവാൻ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? താൻ ഈ ചെയ്യുന്നതെല്ലാം തന്നെയും അവരെ ആനന്ദിപ്പിക്കുന്നുണ്ടെന്ന് ഉണ്ണിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവരെന്തു പറഞ്ഞാലും ഉണ്ണി അതെല്ലാം അനുസരിക്കും. എന്ത് ചെയ്യാൻ പറഞ്ഞാലും അതൊക്കെ ചെയ്യും. എന്നാലോ പാവം ചെറിയ ഉണ്ണിയല്ലേ, കുറേയും ചെയ്തു കഴിയുമ്പോൾ തൻ്റെ കൈയൊക്കെ അങ്ങനെ കടയാൻ തുടങ്ങും. ആ സമയത്ത് കൈ എടുത്തിട്ട് നന്നായി അങ്ങ് കുടയും. പക്ഷെ എന്നാലും അടുത്ത ദിവസവും ഉണ്ണി ഇത് തന്നെ, അവരെന്തു പറയുന്നു അതൊക്കെ ചെയ്യുക. കാരണം തൻ്റെ ഈ ഓരോ ചെറിയ പ്രവൃത്തികൾ പോലും അവരെ പ്രീതിമാവഹൻ, സന്തോഷിപ്പിക്കുന്നതായിട്ട്, ആനന്ദത്തെ നൽകുന്നതായിട്ട് ഉണ്ണിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഉണ്ണിയെ കൊണ്ട് എങ്ങനെയാണ് ഈ ഗോപസ്ത്രീകൾ ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഉണ്ണി, നിനക്ക് ശക്തിയുണ്ടോ എന്ന് നോക്കട്ടെ, നീ പോയിട്ട് എൻ്റെ ആ പാതുകം എടുത്തിട്ട് വരൂ, മെതിയടി എടുത്തിട്ട് വരൂ. അത് കഴിഞ്ഞ് അത് കൊണ്ടുവരുമ്പോഴോ വേറൊരു ഗോപസ്ത്രീ വന്നിട്ട് പറയും, നിനക്കപ്പോൾ അത്രയും ശക്തിയുണ്ട് എങ്കിൽ ഉണ്ണി നീ ഒരു കാര്യം ചെയ്യൂ, പോയിട്ട് എൻ്റെ ആ അളവ് പാത്രം ഇങ്ങനെ എടുത്തിട്ട് വരൂ. ഉടനെ അതും എടുത്തിട്ട് കൊടുക്കും. അത് കഴിയുമ്പോഴോ കുറച്ചുകൂടി കട്ടിയുള്ളത് അങ്ങോട്ട് കൊടുക്കും. എന്താ, പോയി ആ പീഠം ഇങ്ങനെ എടുത്തിട്ട് വരൂ ഉണ്ണി, ഞാൻ നോക്കട്ടെ നിനക്ക് ശക്തിയുണ്ടോയെന്ന്. ഒടുവിൽ ഉണ്ണി പോയി അതും എടുത്തിട്ട് വരും. കുറേയായി കൈ കഴിക്കുമ്പോഴാകട്ടെ ഉണ്ണി കൈ കുടയുമ്പോൾ നിനക്കൊരു ശക്തിയുമില്ല എന്ന് പറഞ്ഞ് ഈ ഗോപസ്ത്രീകൾ കളിയാക്കി ചിരിക്കും. പക്ഷെ ആ കളിയാക്കി ചിരിക്കുന്ന എന്തിനാ? അപ്പോഴേക്കും ഉണ്ണിയുടെ മുഖമൊക്കെ അങ്ങോട്ട് തൊടുത്ത് അവരോടിങ്ങനെ യുദ്ധത്തിന് എന്നോണം നിൽക്കും ഉണ്ണി. അപ്പോഴത്തേക്കും ആ ദേഷ്യം, ഉണ്ണിയുടെ മുഖത്തെ, കുഞ്ഞു മുഖത്തെ ദേഷ്യമൊക്കെ കാണുമ്പോൾ അവർക്ക് അതും ഒരാനന്ദം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഈ ഗോപസ്ത്രീകൾ ഈ ഉണ്ണി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും, അത് കോപമായിക്കോട്ടെ, ഉണ്ണിയുടെ ക്ഷീണമായിക്കോട്ടെ, ഉണ്ണി ചെയ്യുന്ന ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ജോലികളായിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും ആനന്ദമഗ്നരായിട്ട് ആ ഗോപസ്ത്രീകൾ സദാ ഈ ഉണ്ണിയോടൊപ്പം ചിലവഴിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ബിഭർത്തി ക്വചിദാജ്ഞപ്ത പീഠകോന്മാനപാതുകം ബാഹുക്ഷേപം ച കുരുതേ സ്വാനാം ച പ്രീതിമാവഹാൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബിഭർത്തി, അവിടെയും ഇർ എന്ന അക്ഷരത്തിന് രകാരം കൊടുക്കുക. അതുപോലെ ക്വചിദാജ്ഞപ്ത, അവിടെ ക്വചിത് ആജ്ഞപ്ത ആണ്, അതും ശ്രദ്ധിക്കുക. അവിടെ വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ അടുത്ത പീഠകോന്മാനപാതുകം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ പ്രീതിമാവഹാൻ, അവിടെയും പ്രീതിം ആവഹാനാണ്, അവിടെയും ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ദർശയം സ്തദ്വിതാം ലോക ആത്മനോ പ്രത്യവശ്യതാം രജസ്യോ വാഹ വൈഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈ. ഇനി അടുത്ത പറയാണ്, ദർശിതം സ്തദ്വിതാം ലോക ആത്മനോ. ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദർശയം സ്തദ്വിതാം, ദർശയം തദ്വിതാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദർശയം സ്തദ്വിതാം. ദർശയം എന്ന് പറഞ്ഞാൽ അറിയുന്നവർ, എന്താ, തദ്വിതാം. ഇവിടെ
തദ്വിതാം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ ആ ഒരു മഹത്വത്തെ, തത്വത്തെ അറിയുന്നവർ, അവിടുന്ന് ആരാണ് എന്ന് നന്നായി മനസ്സിലാക്കുന്നവർക്ക് ലോക ആത്മനോഭൃത്യവശ്യതാം. ലോക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഭഗവാനെ അവിടുത്തെ തത്വത്തെ നന്നായി അറിയുന്നവർക്ക് ആത്മനഃ എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ ഭൃത്യവശ്യതാം. നോക്കൂ, ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് എന്നും ഭൃത്യനായി നിൽക്കുന്നവനാണ്. ഭൃത്യവശ്യതാം, തൻ്റെ ആ ഒരു തന്നെ ആശ്രയിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ അവർക്കൊരു ഭൃത്യനെ പോലെ നിന്നുകൊണ്ട് അവരെ വശീകരിക്കാനുള്ള തൻ്റെ ഈ കഴിവിനെ, തൻ്റെ ഈ ഒരു തത്വത്തെ, അതാണ് ഭഗവാനെന്നറിയുന്ന ഈ ലോകത്തിലുള്ളവർക്ക് വ്രജസ്യോവാഹ, വ്രജസ്യ എന്ന് പറഞ്ഞാൽ വ്രജസ്യ ഉവാഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. വ്രജസ്യ ഉവാഹ, വ്രജസ്യ എന്ന് പറഞ്ഞാൽ ആ ഗോകുലവാസികൾക്കൊക്കെ ഉവാഹ എന്ന് പറഞ്ഞാൽ അവരിൽ ഉളവാക്കിയെടുത്തു. എന്ത്? വൈ ഹർഷം ഭഗവാൻ ബാലചേഷ്ടിതേ. ഉവാഹ വൈ, ജനിപ്പിച്ചുവല്ലോ, ഹർഷം അവരുടെ ഉള്ളിൽ ആനന്ദത്തെ ജനിപ്പിച്ചുവല്ലോ, ഭഗവാൻ ബാലചേഷ്ടിതൈ, ആ ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ ബാലചേഷ്ടിതൈ, തൻ്റെ ഈ ബാലലീലകളൊക്കെ കൊണ്ട് ഈ ലോകത്തിന് ഒന്നാമത് കാണിച്ചു കൊടുത്തു തന്നെ സ്നേഹിക്കുന്നവർക്കെന്നും ഭൃത്യനായി നിൽക്കുമെന്നുള്ളത്. ഇനിയും ആ തത്വം അറിയുന്നവർക്ക് തന്നെ ഭഗവാൻ അതൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ സ്വയം ഒരു മനുഷ്യബാലനായി അവതരിച്ചപ്പോൾ, തന്നെ സ്നേഹിക്കുന്ന, തന്നെ ഇഷ്ടപ്പെടുന്ന, താൻ മാത്രമാണ് ആശ്രയമെന്ന് കരുതുന്ന, സദാ തന്നെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗോപസ്ത്രീകൾക്ക് വശംവദനായി ഭഗവാൻ നിന്നുകൊണ്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു, തന്നെ ആശ്രയിക്കുന്നവരെ, തന്നിൽ ആനന്ദത്തെ കണ്ടെത്തുന്നവരെ, താൻ മാത്രമാണ് ഏറ്റവും പരമമായ സന്തോഷം, സ്നേഹം, ആനന്ദം എന്നറിയുന്നവർക്ക് താൻ എന്നും ദാസ്യഭാവത്തിൽ നിൽക്കും, തൻ്റെ ഭക്തരുടെ മുൻപിൽ ഭഗവാൻ ഭൃത്യനായി നിൽക്കും എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇവിടെ ഈ ഒരു ലീലയിലൂടെ, ഭഗവാന്റെ ഈ ഒരു ബാലലീലയിലൂടെ ഭഗവാൻ ലോകത്തിന് തന്നെ വലിയൊരു സന്ദേശത്തെയാണ് ഇവിടെ കൈമാറിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദർശയംസ്തദ്വിതാം ലോക ആത്മനോ ഭൃത്യവശ്യതാം വ്രജസ്യോവാഹ വൈഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദർശയംസ്തദ്വിതാം, അവിടെ തദ്വിതാം എന്നുള്ളിടത്ത് ദ്വി എന്നുള്ളത് പിരിക്കാതെ തന്നെ കഴിയുന്നതും വായിക്കുക. പിന്നെ വ്രജസ്യോവാഹ, വ്രജസ്യ ഉവാഹ, അതൊക്കെ ചേർത്ത് വായിക്കുക, പിരിക്കണ്ട. അവിടെ ബാലചേഷ്ടിതൈ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.